ഫ്രണ്ട്സ്, അങ്ങനെ നല്ല കിടിലം മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ്ട് രാവിലെ തന്നെ മീൻകാരൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് മത്തി മേടിച്ചു. അങ്ങനെ 1 കിലോ മത്തി 140 രൂപയ്ക്ക് തന്നിട്ട് ആ മീൻകാരൻ അങ്ങ് പോവുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ മീൻ വിൽപ്പന ഈ ഒരു രീതിയിലാണ്, വള്ളത്തിലാണ്. അതുമാത്രമല്ല, കല്യാണങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള കല്യാണത്തിനൊക്കെ ആൾക്കാർ ബോട്ടിലാണ് പോകുന്നത്. ഒരു കല്യാണ ബോട്ടാണ് പോകുന്നത്. കല്യാണ ബോട്ട് കൊണ്ട് കൂടെ ഒരു സ്പീഡ് ബോട്ടുണ്ട്. അതിൽ കല്യാണ ചെറുക്കൻ്റെ ഫ്രണ്ട്സാണ് അതിൽ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മത്തിക്കറിയൊക്കെ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഈ തോടിന് നേരെ അക്കരയായിട്ടൊരു കടയുണ്ട്. അവിടെ പോയി കുറച്ച് കപ്പ മേടിച്ചുകൊണ്ട് വരാം. കപ്പയും മീൻകറിയും അടിപൊളി ഒരു കോമ്പിനേഷനുള്ളൊരു സെറ്റപ്പ്, ഒരു അടിപൊളി ഫുഡാണ് നമ്മുടെ നാട്ടിലെ, കുട്ടനാട്ടിലെ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പ മേടിക്കാൻ നമ്മളങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, കടയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്നു ഒരുപാട് ശിക്കാര വള്ളങ്ങളൊക്കെ വന്ന് ഇവിടെ അടുത്ത് കിടപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ മഴയത്തും കുട്ടനാട് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ ഷാപ്പുണ്ട്. അവിടെ നല്ല അടിപൊളി കള്ളും കപ്പയൊക്കെ കിട്ടും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അടിപൊളി ഫുഡ് കിട്ടും. കൊഞ്ച്, ഞണ്ട്, കരിമീൻ, വരാല്, ചേറുമീൻ, ഏത് തരത്തിലുള്ള ഫിഷ് ലൈവായിട്ട് തന്നെ അവിടെ ചെയ്ത് കൊടുക്കുന്നൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു കടയാണ് ഇവിടെ. ഏകദേശം ലഞ്ച് ടൈമാണ്. ആലപ്പുഴയിൽ നിന്ന് വന്നൊരു ബോട്ടാണ് കിടക്കുക. ആ ബോട്ടിലും ഒരുപാട് ആളുകൾ വന്ന് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ജെട്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കപ്പ മേടിക്കാൻ വന്ന നമ്മുടെ കടയുള്ളത്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. കപ്പ ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ പണി വഴിയ കപ്പ ഇരിപ്പുണ്ട്. ഒരു അടിപൊളി കപ്പ അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും കപ്പ നമുക്ക് മേടിച്ച് വീട്ടിലെത്തേണ്ട താമസം നോക്കുമ്പോൾ നമ്മൾ മത്തി ചട്ടിക്കകത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കറിയൊക്കെ ഉടനെ റെഡിയാവും. ആ സമയത്ത് വീണ്ടും മഴയൊക്കെ തുടങ്ങി. ഇങ്ങനെ മഴ പെയ്താൽ ഉടനെ എന്തായാലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉറപ്പാണ്. അങ്ങനെ കപ്പ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിക്ക് തണലിന് വേണ്ടി വെച്ചിരിക്കുന്ന തണൽ മരം, പഞ്ചാര പഴം, അതിലുണ്ടാകുന്ന പഞ്ചാരപ്പഴം പറിക്കാൻ കുട്ടികളുടെ ബഹളമാണ്. എല്ലാവരും അത് പഴുത്ത് നിൽക്കുന്ന കണ്ടേക്ക് കൂടി വന്ന് അത് പറിച്ച് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ അത് പറിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കുട്ടനാട് കറങ്ങാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാർ അവർ കയാക്കിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കുറ്റിയൊക്കെ ഉണ്ടെങ്കിലേ അതുമാത്രമല്ല ഫ്രണ്ട്സ്, അങ്ങനെ നിൽക്കുമ്പോൾ തോട്ടിലൂടെ ചെറിയ മീൻ ഊപ്പ പോകുന്നുണ്ട്. ചെറിയ പൊടി മീനാണ്. അപ്പോൾ അതിനെ പിടിച്ച് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അറിഞ്ഞിൽ നമുക്ക് കിട്ടുന്നൊരു ടൈമാണ്. ഈ ഒരു ടൈമിൽ വെള്ളം ഒക്കെ, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ, കിഴക്കൻ വെള്ളമൊക്കെ ഒരു സമയത്ത് അറിഞ്ഞിലിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തോർത്തുമുണ്ട് ഉപയോഗിച്ച് പഴയ ആ ഒരു സെറ്റപ്പിൽ തന്നെ നമ്മൾ കുറച്ച് അറിഞ്ഞിലിനെ പിടിക്കാനുള്ള ഊപ്പ കോരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ചെറിയ പാത്രം നിറയെ ഊപ്പ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂണ്ടയിൽ കോർത്തിട്ടിട്ട് വേണം അറിഞ്ഞിലിനെ പിടിക്കാനായിട്ട്. അറിഞ്ഞിലിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ അടുത്തുള്ള ആറിൻ്റെ തീരത്തുള്ള ബോട്ട് ജെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടെ ധ്യാനമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ധ്യാനമായിരിക്കും നമുക്ക് ക്യാമറ ചെയ്ത് തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ നമ്മളവിടെ പോലും ചൂണ്ടിടാൻ പോവാണ്. അപ്പോൾ കമോൺ.
വലുതെടുക്കട്ടെ. ഞാൻ എടുത്തു വരാറുണ്ട്. ഫ്രണ്ട്സ് നോക്കുക, അങ്ങനെ നമ്മളിന്ന് ചൂണ്ടയിട്ട് പിടിച്ച ഊപ്പയെ ചൂണ്ടയെ കോർത്തിട്ടിട്ട് പിടിച്ച അറിഞ്ഞിലും പിന്നെ കുറുവ പരൽ മീനുകളൊക്കെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഫ്രൈ ചെയ്യാനുള്ള മീനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.